വെൽക്കം ബാക്ക് ടു ലിറ്റ് ലൈറ്റ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റിലെ പ്രേയിങ് ഹാൻഡ്സ് എന്നൊരു ചാപ്റ്ററാണ്. പ്രേയിങ് ഹാൻഡ്സ് ഇസ് എ ടച്ചിങ് സ്റ്റോറി ദാറ്റ് ഹൈലൈറ്റ്സ് ബ്രദർലി ലവ്, സാക്രിഫൈസ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ്. ഈ സ്റ്റോറിയിൽ ഹൈലൈറ്റ് ചെയ്യുന്ന തീംസ് എന്ന് പറയുന്നത് സഹോദരനോടുള്ള സ്നേഹം, ത്യാഗം ആൻഡ് നന്ദിയൊക്കെയാണ്. The story is about the Dürer family who live in a small village in Germany. The family was very poor and had 18 children. ഈ സ്റ്റോറി പറയുന്നത് ഒരു ഡ്യൂറർ ഫാമിലിനെ പറ്റിയിട്ടാണ്. അവരൊരു ജർമ്മനിയിലെ ഒരു സ്മോൾ വില്ലേജിൽ താമസിക്കുന്നവരായിരുന്നു. വളരെ പാവപ്പെട്ട ഒരു കുടുംബമായിരുന്നു. ഒരു 18ഓളം മക്കളുള്ള ഒരു ചെറിയൊരു കുടുംബമായിരുന്നു. Their father worked hard as a goldsmith, but he did not earn enough to give all his children a comfortable life. ഇവരുടെ ഫാദർ ഒരു ഗോൾഡ് സ്മിത്ത് ആയിരുന്നു, അതായത് കൊല്ലൻ. അദ്ദേഹത്തിന് ഈ 18 മക്കളെ നല്ല രീതിയിൽ നോക്കാനുള്ള കംഫർട്ടബിൾ ലൈഫ് ഓഫർ ചെയ്യാൻ പറ്റിയിട്ടുള്ള അത്രയൊന്നും സമ്പാദ്യമില്ലായിരുന്നു. എമംഗ് ദ ചിൽഡ്രൻ, 2 brothers, ആൽബ്രച്ച് ആൻഡ് ആൽബർട്ട്, ഹാഡ് എ സ്ട്രോങ് ഡിസയർ ടു ബിക്കം ആർട്ടിസ്റ്റ്. അദ്ദേഹത്തിൻ്റെ ഈ 18 മക്കളെ ഒരു പ്രോപ്പർ വേയിൽ അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഫുഡ്, ഷെൽട്ടറൊന്നും കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഈ കൂട്ടത്തിൽ 2 കുട്ടികൾക്ക്, ആൽബ്രച്ച് ആൻഡ് ആൽബർട്ടിന് ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡിസയർ ഉണ്ടായിരുന്നു. ഒരു നല്ലൊരു ആർട്ടിസ്റ്റ്, ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റ് ആവണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ബോത്ത് ബ്രദേഴ്സ് were talented and wanted to study art at a famous academy. 2 ബ്രദേഴ്സിനും നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ പോയി, നല്ലൊരു അക്കാദമിയിൽ പോയി പഠിക്കാനും അതുപോലെ ഇവർ നല്ല ടാലൻറ്റഡും ആയിരുന്നു. However, their father did not have enough money to send both of them. പക്ഷേ അവരെ ഫാദറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ആവശ്യത്തിനുള്ള മണി തന്നെയില്ല, അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പോലും ഉള്ള സമ്പാദ്യമില്ല. ആ സമയത്ത് ഇവരെ അക്കാദമിയിലൊക്കെ വിട്ട് പഠിപ്പിക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിനെ സംബന്ധിച്ച് കഴിയാത്തൊരു കാര്യമായിരുന്നു. After thinking deeply, the brothers decided on a plan. They agreed to toss a coin. The brother who won would go to the art academy and study, while the other would work in a dangerous mine to earn money and support his brother's education. അവരുടെ ഫാദറിനോട് കഴിയാത്തതുകൊണ്ട് തന്നെ അവരൊരു പ്ലാൻ തീരുമാനിച്ചു. കോയിൻ ടോസ് ചെയ്തിട്ട് ആര് അക്കാദമിയിൽ പോകണം, ആര് മൈനിൽ പോയി വർക്ക് ചെയ്യണം എന്ന കാര്യം തീരുമാനിക്കാമെന്ന്. ആർക്കാണോ ടോസിൽ വിൻ ചെയ്യുന്നത് അവർക്ക് അക്കാദമിയിൽ പോയി പഠിക്കാം. അടുത്ത ആൾ ഇയാളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി, ഇയാൾക്കുള്ള ക്യാഷും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാൻ വേണ്ടി മൈനിൽ പോയി വർക്ക് ചെയ്യും. ഇതാണ് അവരുടെ പ്ലാൻ. ആൽബ്രറ്റ് won the toss and went to the academy. Albert kept his promise and worked in the mines. He worked very hard and sent most of his earning to Albert so that he could complete his studies. ടോസിൽ വിൻ ചെയ്തിട്ടുള്ളത് ആൽബ്രച്ച് ആണ്, അതുകൊണ്ട് തന്നെ അക്കാദമിയിലേക്ക് പോയിട്ടുള്ളതും ആൽബ്രച്ച് ആണ്. ആൽബർട്ട് ഈ സമയം അവൻ പ്രോമിസ് ചെയ്ത പോലെ തന്നെ മൈൻസിൽ വർക്ക് ചെയ്യാൻ വേണ്ടി പോയി. നന്നായി തന്നെ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്തു. അവൻ വർക്ക് ചെയ്യുന്നതിൻ്റെ പകുതി ക്യാഷും ആൽബ്രച്ചിന് പഠിക്കാൻ വേണ്ടി അയച്ചു കൊടുത്തു. Because of this support, Albert became a very successful artist. His painting and drawing became famous and he earned a lot of money. ആൽബർട്ടിൻ്റെ ഹെൽപ്പോട് കൂടെ തന്നെ ആൽബ്രച്ചിന് നന്നായി പഠനം കംപ്ലീറ്റ് ചെയ്യാനും ഒരു നല്ലൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ആർട്ടിസ്റ്റായി മാറാനും പറ്റി. അദ്ദേഹത്തിൻ്റെ പെയിൻറ്റിങ്സ് ഒക്കെ നന്നായി ഫേമസ് ആയിട്ടുണ്ടായിരുന്നു. ആഫ്റ്റർ 4 years, ആൽബ്രച്ച് റിട്ടേൺ ഹോം. ദ ഫാമിലി സെലിബ്രേറ്റഡ് ഹിസ് സക്സസ് വിത്ത് എ ഫീസ്റ്റ്. അങ്ങനെ ഒരു 4 വർഷത്തിന് ശേഷം ആൽബ്രച്ച് തിരിച്ച് വീട്ടിലെത്തി. അദ്ദേഹത്തിൻ്റെ ആ സക്സസ് ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടി സെലിബ്രേറ്റ് ചെയ്തു. ഡ്യൂറിങ് ദ സെലിബ്രേഷൻ, ആൽബ്രച്ച് താങ്ക് ആൽബർട്ട് ഫോർ ഹിസ് സാക്രിഫൈസ്. Now it was Albert's turn to study art. ഈ സക്സസ് സെലിബ്രേഷൻ്റെ ടൈമിൽ ആൽബർട്ടിനോട് നന്ദിയൊക്കെ പറഞ്ഞു. അദ്ദേഹം കാരണമാണ് ആൽബർട്ടിന് ഇങ്ങനെ ഒരു നന്നായി ഫേമസ് ആവാനും ഒരു നല്ലൊരു ആർട്ടിസ്റ്റ് ആവാനും കഴിഞ്ഞത്. ഇനി അദ്ദേഹത്തിൻ്റെ സമയമാണ്, ആൽബർട്ടിൻ്റെ ടൈമാണ് ഇനി അക്കാദമിയിൽ പോയി പഠിക്കാനുള്ളത്. However, Albert sadly refused. Years of hard labor in the mines had damaged his hand. His fingers were bent and stiff, and he could not longer hold a brush or pencil properly. പക്ഷേ ആൽബർട്ട് ആ ഒരു ക്ഷണത്തെ നിരസിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ 4 കൊല്ലത്തോളമൊക്കെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. മൈൻസിൽ കഷ്ടപ്പാട് അനുഭവിച്ചുകൊണ്ട് തന്നെ കൈകളൊക്കെ പൊട്ടിയിട്ടുണ്ട്. കൈവിരലിലൊക്കെ ഒരുപാട് മുറിവുകളും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. പ്രോപ്പറായിട്ടൊരു പെൻസിലോ അല്ലെങ്കിൽ ഒരു ബ്രഷോ ഹോൾഡ് ചെയ്യാൻ പോലും അദ്ദേഹത്തിന് ഇനി പറ്റില്ല. അത്രയും ദയനീയമാണ് അദ്ദേഹത്തിൻ്റെ അവസ്ഥ. Deeply moved by his brother's sacrifice, Albert decided to honor him. He carefully drew a picture of Albert's rough and injured hands folded together in prayer. This drawing became world famous and is known as the praying hand.
ബ്രദറിൻ്റെ സാക്രിഫൈസിൽ വളരെ വിഷമത്തോടെ ആൽബർട്ട് ഡിസൈഡ് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിനൊന്ന് ആദരിക്കണം എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ അദ്ദേഹം കുറേ സമയമെടുത്തൊരു പിക്ചർ വരയ്ക്കുന്നുണ്ട്. ബ്രദറിൻ്റെ ഇഞ്ചറായിട്ടുള്ള പൊട്ടിയിട്ടുള്ള ആ വിരലുകളൊക്കെ ചേർത്ത് വെച്ച് അദ്ദേഹം ഒരു പിക്ചർ വരയ്ക്കുന്നു. ആ ഡ്രോയിങ് ആണെങ്കിൽ വേൾഡ് ഫേമസ് ആയിട്ടുണ്ട്. അതിൻ്റെ പേര് കൊടുത്തിട്ടുള്ളത് ദ പ്രേയിങ് ഹാൻഡ്സ് എന്നായിരുന്നു. സോ ഇത്രയും ആണ് ഈ ഷോർട്ട് സ്റ്റോറിയുടെ സമ്മറി. നിങ്ങൾക്ക് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.